dried fruits and nuts നമ്മൾ ലാർജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻ യൂറോപ്പ്. 1987 ഹോളണ്ടിൽ പോയി ഒരു ട്രേഡ് വിസിറ്റ് വന്നിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ദറ്റ് ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ ബിസിനസ്. അപ്പൊ ഈ ലയബിലിറ്റി വന്നപ്പോൾ വൺ ഓഫ് ദി തിങ്സ് ദറ്റ് ഐ ആക്ച്വലി അണ്ടർസ്റ്റുഡ് വാസ്, നമുക്ക് അന്നത്തെ 40 കോടി രൂപയാണ് 1982 അന്നത്തെ ഈ 40 കോടി എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു 70,000 കോടി രൂപയുടെ എഫക്റ്റാ. ബിക്കോസ് അന്ന് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി എന്ന് വെച്ചാൽ ഈ പോലീസുകാർക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന സാലറി വാസ് ഓൺലി അബൌട്ട് 1,200 rupees. എല്ലാവരും അഡ്വൈസ് മീ ടു ജസ്റ്റ് ഗോ അവേ. ഞാൻ 18 വയസ്സായില്ലായിരുന്നു. ടു ജസ്റ്റ് ഗോ ടു അമേരിക്ക ആൻഡ് ഡു സം വർക്ക് ആൻഡ് ലിവ്. ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ലയബിലിറ്റി ആയതുകൊണ്ട് നോബഡി എക്സ്പെക്ടഡ് മീ ടു ബി ഏബിൾ ടു പേ ബാക്ക് ദറ്റ് ലയബിലിറ്റി, ഇൻക്ലൂഡിങ് രാജനും അച്ഛനും എൻ്റെ അങ്കിളും എല്ലാം പറഞ്ഞു ഇത് വെറുതെ ഫ്രൂട്ടൈൽ ഒരു എക്സസൈസാ ടു ടേക്ക് ഓവർ മൈ ഫാദേഴ്സ് ലയബിലിറ്റി. എൻ്റെ അമ്മ എന്ന് പറഞ്ഞു അത് പറ്റത്തില്ല, നീ എവിടെ ചെന്നാലും നിന്റെ ഫാമിലി ഇവിടെ ക്ഷയിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ആക്ച്വലി ബി റൈറ്റ്. നിനക്കൊരിക്കലും ശാന്തി കിട്ടത്തില്ല. ഞാനൊരു മണ്ടൻ, അമ്മയെ ഭയങ്കര ലവ് ആയിരുന്നു, ആ ഒരു മണ്ടൻ ആയതുകൊണ്ട് ഐ സെഡ് ഐ എം ഗോയിങ് ടു ടേക്ക് ദ ലയബിലിറ്റി എന്ന് വെച്ചാൽ ഞാൻ ആ ലയബിലിറ്റി പോയി ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ദെൻ ഐ റിയലൈസ്ഡ് ഈ 40 കോടി അന്നത്തെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 26% ആ ബാങ്ക് ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് പേ ചെയ്തില്ലെങ്കിൽ 36% ആവും. ഇതെല്ലാം കൂടെ ഈ 40 കോടിയുടെ 55 ലക്ഷമല്ല ഒരു മാസം പോയി പേ ചെയ്യേണ്ടത്. നമ്മളുടെ എല്ലാ പ്രോപ്പർട്ടീസ് അറ്റാച്ച്ഡാ, എല്ലാ കാറുകൾ അറ്റാച്ച്ഡാ, എല്ലാ ബാങ്ക് അക്കൗണ്ട്സും അറ്റാച്ച്ഡാ. എങ്ങനെയാ ബിസിനസ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു ടു ട്രൈ ടു പേ ബാക്ക് ദ ലയബിലിറ്റി? ഇത് എപ്പോഴും എനിക്കൊരു കോൺട്രഡിക്ഷൻ. ഒരാൾക്കൊരു പ്രോബ്ലം വന്നു, അവിടെ എല്ലാം അറ്റാച്ച് ചെയ്തു, എന്നിട്ട് പറയുന്നത് ഈ ലയബിലിറ്റി പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹൗ ഇസ് ഹി സപ്പോസ് ടു ഡു ദാറ്റ് ബിസിനസ്? വാട്ട് ഇസ് ഹി സപ്പോസ് ടു ഡു ദ പേ ബാക്ക് ദ ലയബിലിറ്റി എന്ന് അവർ തിങ്കേ ചെയ്യുന്നില്ല. അവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇത് പതുക്കനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് പതുക്കനെ ഒരു ബിസിനസ് ആക്കി മാറ്റാനായിട്ട് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ദറ്റ് ഐ വുഡ് ബി ഏബിൾ ടു പേ ബാക്ക് ദ ലെവൽ. പക്ഷെ ദറ്റ് വാസ് മൈ ലൈഫ്. ആ ലൈഫില് പ്രോസസ് ഇസ് നോട്ട് ടു എക്സ്പെക്ട് ദ റിസൾട്ട്. എന്ന് രാവിലെ എണീച്ച് ആയിരക്കണക്കിന് പ്രോബ്ലംസ്, 175 കേസസ്, സുപ്രീം കോർട്ട് തൊട്ട് ലോവസ്റ്റ് കോർട്ട് വരെ, ആ ഒരു കോമ്പിനേഷൻ. അറ്റ് ദറ്റ് ഏജ് ഞാനാണെങ്കിൽ കോളേജില്, ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. ഐ വെന്റ് ഹാർഡ്ലി ഫോർ അബൌട്ട് 35 days a year ബിക്കോസ് ഇവിടെ പ്രോബ്ലമാണ്. പക്ഷെ ഞാൻ അവിടെ കോളേജിൽ ഞാൻ ഏത് ക്ലാസ് ആണെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇപ്പൊ കമ്പനി ലോ കേസ് ആണെങ്കിൽ കമ്പനി ലോന്റെ ലെറ്റർ എനിക്ക് വരുമ്പോൾ എനിക്കറിയാം അതിന്റെ ആ സാറിന് ചിലപ്പോൾ ആൻസർ കാണും എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചോദിക്കും. ഈ ചോദിക്കുന്ന സാറുമാര് തോട്ട് ദാറ്റ് എന്റെ അഹങ്കാരമാണ്, അവരെയും കാട്ടി ഇന്റലിജന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യും. ഞാനിവിടെ റിപ്ലൈ ചെയ്യാനായിട്ട് വല്ലതും കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ടാ പോയി ചോദിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ അടുത്ത് അവിടെ ദേഷ്യം. ഇത് ഞാൻ അന്ന് ടെന്നീസ് കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ അറ്റൻഡൻസ് പ്രോബ്ലം ഇല്ലായിരുന്നു. സോ ഐ കുഡ് റൈറ്റ് ദി എക്സാം. പിന്നെ ഞാൻ ബിസിനസ് തന്നെ ചെയ്തുകൊണ്ട് ഐ കുഡ് ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് ബിക്കോസ് എനിക്ക് പ്രാക്ടിക്കലായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. വാട്ട് വാസ് ഹാപ്പനിങ്. ഈ അക്കൗണ്ട്സ് എല്ലാം ഞങ്ങളുടെ സാറ് ഈ എക്സാമ്പിൾ ആയിട്ട് തരുന്നത് മാത്രമേ അതിൽ പഠിപ്പിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നത് തന്നെ എൻ്റെ റിസൾട്ട് ഡിഫറൻസ്, ബാലൻസ് ഷീറ്റിന്റെ ഡിഫറൻസ് എനിക്ക് ടാലി ചെയ്യുന്നില്ലായിരുന്നു. ഞാനിത് പഠിക്കുന്ന ടു ടാലി ദ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യാനായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഞാൻ സാറിന് ചോദിച്ചു എന്തുവാ മിസ്റ്റേക്ക്. അപ്പൊ സാറ് പറയുന്നത് യു ആർ റോങ്, ഇതാ കറക്റ്റ് സിറ്റുവേഷൻ. പക്ഷെ ഹി ഈസ് നോട്ട് ടെല്ലിങ് മീ വാട്ട് മൈ മിസ്റ്റേക്ക് വാസ്. എനിക്ക് ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഇവിടെ വന്ന് എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല ഈ കാര്യം. അത് അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ. സോ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് തന്നെ. എനിക്ക് എപ്പോഴും ഐ വോണ്ട് ടു നോ വൈ. അത് ഇത് കാണാപ്പാഠം പഠിച്ചിട്ട് പോയിട്ട് ഈ ചെയ്യാനായിട്ടല്ലായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. ഇതേപോലെ ഈ ഗൗരിയമ്മയുടെ കൂടെ ഒരു ബോണസ് മീറ്റിംഗ്. അപ്പൊ അച്ഛനാണെങ്കിൽ അന്ന് അസുഖമായിട്ട് കിടക്കുമായിരുന്നു. ഐ വാസ് ആസ്ക്ഡ് ടു ഗോ സെക്രട്ടേറിയറ്റിൽ. അതിന്റെ മുമ്പത്തെ ദിവസം ഈ ബോണസിനെ പറ്റി പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ ക്ലാസ്സിൽ പോയി. ബോണസ് ഇസ്, അപ്പം ആ സാറ് തന്നെയാ ബുക്ക് എഴുതിയിരിക്കുന്നത് വിച്ച് ഇസ് യൂസ്ഡ് ബൈ ദി കേരള യൂണിവേഴ്സിറ്റി. സാറ് വായിക്കുക ഇങ്ങനെ ബോണസ് ഇസ് 8 1/3 and 20% എന്നെല്ലാം വായിച്ചു. അപ്പം ഞാനാണെങ്കിൽ സാറിന് ചോദിച്ചു 20% or 8 1/3 ഓഫ് വാട്ട് എന്ന് ചോദിച്ചു.
സാറിന് ഭയങ്കര ദേഷ്യം. ഇഫ് രാജ്മോഹൻ ഇസ് ഹിയർ ഐ എം നോട്ട് ഗോയിങ് ടു ടീച്ച് എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. എനിക്ക് നാളെ ഗൗരിയമ്മയുടെ കൂടെ സംസാരിക്കണമെങ്കിൽ അൺലെസ് യു നോ ദി ഫുൾ സബ്ജക്ട് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഭയങ്കര ദേഷ്യമായിട്ടുള്ള ഒരു ഇതാ. അപ്പൊ അന്ന് വൈകുന്നേരം എൻ്റെ അച്ഛൻ 2 ഡ്രിങ്ക് കുടിക്കുമായിരുന്നു. അപ്പൊ കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി കോളേജിൽ. അച്ഛൻ പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല, ഇത് ഈ ബോണസ് എന്ന് പറഞ്ഞാൽ മൊറായി ദേശായിയുടെ ടൈമിലാണ് വന്നത്. ഹി വാസ് ദ ഫൈനാൻസ് മിനിസ്റ്റർ. അപ്പൊ ഈ ലേബർ വന്ന് പറഞ്ഞു 8 1/3 and 20% ഓഫ് യുവർ പ്രോഫിറ്റ്സ് കൊടുക്കാം എന്നാ അന്ന് ഫിക്സ് ചെയ്തത്. അപ്പൊ ഈ ലേബർ യൂണിയൻ അവിടെ വന്ന് പറഞ്ഞു എന്തിനാ ഈ 20% വയ്ക്കുന്ന, വൈ കാന്റ് ദേ ഗിവ് ഓൾ ദ മണി ടു അസ്. 20 ഒരു ലിമിറ്റ് വെക്കണ്ടല്ലോ എത്രയാ അവർക്ക് ലേബറിന് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മൊറായി ദേശായി അയാൾക്കൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതെടുത്ത് ഇറുക്കി ഇടിച്ചിട്ട് പറഞ്ഞു അതിൽ കൂടുതൽ എന്നാ വാട്ട് വിൽ ഐ ഗെറ്റ് ആസ് ഇൻകം ടാക്സ്. എല്ലാ പ്രോഫിറ്റും എടുത്ത് ഇവർക്ക് കൊടുത്താൽ ഗവൺമെന്റിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ഐ നെവർ ഫൊഗോട്ട് വാട്ട് ബോണസ് വാസ്. പിന്നെ ഗൗരിയമ്മ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ടോ ടു ആക്ച്വലി സേ ദാറ്റ് ലുക്ക് ഹിയർ ഇത്രയും കൊടുക്കാൻ പറ്റത്തില്ല, കൊടുത്താൽ നമ്മൾ ഇൻഡസ്ട്രി സ്റ്റോപ്പ് ചെയ്യും എന്നെല്ലാം പറയാനായിട്ട് ഇറ്റ് വാസ് എ വെരി ഈസി തിങ്. പക്ഷെ ആ പ്രോസസ്സ്, ആ ഒരു രീതി ടു ആക്ച്വലി ഓരോരോ കാര്യത്തിന്റെ ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ, അത് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു പ്രോബ്ലം, ഈ പ്രോബ്ലം എന്തോ വന്നാലും യു ജസ്റ്റ് കീപ് ഡൂയിങ് യുവർ വർക്ക്. ഇതിന്റെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പം ഒരിക്കലും റിസൾട്ട് വരത്തില്ല. നമുക്ക് അതിന്റെ ആഗ്രഹം തീർന്നു കഴിയുമ്പോൾ റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വരെ പറ്റത്തില്ല. അതാ എൻ്റെ ലൈഫ്.